മണ്ണാർക്കാട് ചിറക്കൽപ്പടി പ്രദേശത്ത് മോഷണം വർദ്ധിക്കുന്നതായി പരാതി. 1.5 മാസത്തിനിടെ 3 വ്യാപാര സ്ഥാപനങ്ങളിലും 2 വീടുകളിലും മോഷണം നടന്നതായി പറയുന്നു. അന്വേഷണം നടന്നുവരുന്നതായി പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം മുടിക്കുന്നിൽ കാജ ഹുസൈന്റെ വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ച 1.5 പവൻ സ്വർണവും 10,000 രൂപയും മോഷണം പോയി. സംഭവത്തിൽ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നുവരുന്നതായി പോലീസ് അറിയിച്ചു. നാഷണൽ ഹൈവേയുടെ അരികിലുള്ള വീട്ടിൽ ഞായറാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നതെന്ന് വീട്ടുകാർ പറഞ്ഞു. ഉമ്മയും പെങ്ങളും പെങ്ങളുടെ കുട്ടിയും ഉറങ്ങിക്കിടന്നിരുന്ന മുറിയിലെ അലമാരയിൽ നിന്നുമാണ് സ്വർണവും പണവും മോഷണം പോയതെന്നും ഉറങ്ങിക്കിടന്ന പെങ്ങളുടെ കഴുത്തിലെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചതോടെയാണ് മോഷ്ടാവ് വീട്ടിൽ കയറിയതായി അറിഞ്ഞതെന്നും മോഷ്ടാവിന്റെ കയ്യിൽ പിടിച്ചെങ്കിലും കൈ കുതറി ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായതെന്നും വീട്ടുകാരനായ മുടിക്കുന്നിൽ ഇർഷാദ് പറഞ്ഞു. പെങ്ങളുടെ കുട്ടിയും കടന്നുറങ്ങിയിരുന്നു. അപ്പോഴാണ് മോഷ്ടാവെത്തി പെങ്ങളുടെ മാല പിടിക്കുന്ന ശ്രമത്തിലാണ് പെങ്ങൾ മോഷ്ടാവിൻ്റെ കൈമ പിടിച്ച് മോഷ്ടാവ് കുതിര ഓടുകയും ഉമ്മയും പെങ്ങളും കുട്ടിയും ശബ്ദമുണ്ടാക്കി അറിഞ്ഞാണ് ഞങ്ങളെല്ലാവരും ഉണരുന്നത്. ഞങ്ങൾ പെങ്ങളുടെ റൂമിലേക്ക് എത്തിയപ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെട്ടിരുന്നു. പിന്നാലെ മോഷ്ടാവിന് പിന്നാലെ ഞാനും ഓടിയെങ്കിലും എനിക്ക് പിടിക്കാൻ കിട്ടിയില്ല. പിന്നീടാണ് ഞങ്ങൾ അലമാര തുറന്നതായി കണ്ടത്. അലമാര പരിശോധിച്ചപ്പോഴാണ് വളയും പണവും നഷ്ടപ്പെട്ടതായി ഞങ്ങൾ അറിയുന്നത്. കഴിഞ്ഞ 1.5 മാസത്തിനിടെ ഇത് 5ാമത്തെ സംഭവമാണെന്നും ചിറക്കൽപ്പടിയിലെ ഇഷാൽ മിനി മാർക്കറ്റിൽ നിന്നും 40,000 രൂപ വില വരുന്ന ലാപ്ടോപ്പും കടയിൽ സൂക്ഷിച്ച 40,000 രൂപയും മോഷണം പോയതായും മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതം പോലീസിന് കൈമാറിയതായും കടയുടമ സഫീർ പറഞ്ഞു. അപ്പോൾ നിരന്തരം നമ്മുടെ പ്രദേശത്ത് വളരെ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ മോഷണ ശല്യങ്ങൾ. അപ്പോൾ അതിന് ഉദ്യോഗസ്ഥന്മാർ അവർ വന്ന് വളരെ ആക്റ്റീവായിട്ട് തന്നെ, അപ്പോൾ അന്ന് പരാതി കൊടുത്തപ്പോൾ പോലീസ് അപ്പോൾ സ്പോട്ടിൽ ഞങ്ങളിപ്പം തന്നെ വന്ന് പരാതി സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഒക്കെ രേഖകളും അത് വൈകിട്ടായപ്പോൾ തന്നെ ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗമൊക്കെ വന്ന് വളരെ ശക്തമായ രൂപത്തിൽ തന്നെ അവർ അന്ന് നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു എന്തിലേക്ക് എത്തിയിട്ടില്ല, ആളെ ഇതുവരെയും പിടിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല ഇത് തുടർച്ചയായി നിരന്തരം അടുത്ത പ്രദേശങ്ങളിലൂടെ ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വിയക്കുറിശി EKS ഫ്രൂട്ട്സ്, ചിറക്കൽപ്പടിയിലെ പഴയ മാർക്കറ്റ് എന്നിവിടങ്ങളിലുമാണ് മോഷണം നടന്നതായി പറയുന്നത്. മുടിക്കുന്നിൽ കാജ ഹുസൈൻ നൽകിയ പരാതിയിൽ മണ്ണാർക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രാജേഷ് കുമാർ, മുസ്തഫ, ഇജാസ് എന്നിവരും സ്ഥലത്തെത്തി. CCN മണ്ണാർക്കാട്.